ഇന്ത്യയിലെ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഇ ഡി കേരളത്തിലേക്ക് ഫോക്കസ് ചെയ്ത് പഴയ കേസ് തന്നെയാണ്. അതിന്റെ കുറച്ച് നിർണായകമായിട്ടുള്ള കണ്ടെത്തലുകളും വെളിപ്പെടുത്തലുകളുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ അതെന്താണെന്ന് പറഞ്ഞാൽ, പണ്ട് PFI എന്ന് പറഞ്ഞ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ആ ഒരു സംഘടന, അതുപോലെ തന്നെ അതിനെ ചേർന്ന് അതിന്റെ പൊളിറ്റിക്കൽ വിങ് ആയിട്ട് പ്രവർത്തിക്കുന്ന SDPI, സെക്യുലർ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ, ഇതാണ് SDPI. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ടേ. ആ കേസിൽ നിർണായകമായിട്ടുള്ള ചില കണ്ടെത്തലുകൾ, നിർണായകമായിട്ടുള്ള ചില ആൾക്കാരുടെ അറസ്റ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് SDPI എന്ന പാർട്ടിയെ അടുത്ത വട്ടം ഇലക്ഷനിൽ മത്സരിപ്പിക്കരുത് എന്നുള്ള നിലയിൽ ഇലക്ഷൻ കമ്മീഷന് ഒരു നോട്ടിഫിക്കേഷൻ അയച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് കോടതിയിൽ ചാലഞ്ച് ചെയ്യപ്പെടുമോ എന്നുള്ളതൊക്കെ പിന്നീട് നോക്കി കാണേണ്ട വിഷയമാണ്. പക്ഷേ ഇപ്പം ED കണ്ടെത്തിയിരിക്കുന്ന വിവരങ്ങളും അതെന്താണ് അവർ പുറത്ത് വിട്ടിരിക്കുന്നത് എന്നുള്ള ഒരു ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ചില നിർണായകമായിട്ടുള്ള ആൾക്കാരുടെ പേരും വിവരങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിനകത്ത് 62 കോടി കള്ളപ്പണം ഇടപാട് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തൊക്കെ വകുപ്പുകൾ, ഏതൊക്കെ രീതിയിലുള്ള ഒഫൻസസ് ആണ് ഇതിനകത്ത് വരുന്നത് പറഞ്ഞാൽ ഷാഡോ എക്കണോമിയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രോഡുലന്റ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, പിന്നെ ഫേക്ക് ട്രസ്റ്റ് അറിയാമല്ലോ, 2-3 പേര് കൂടി ചേർന്നിട്ട് ട്രസ്റ്റ് ഉണ്ടാക്കും. എന്നിട്ട് ആ ട്രസ്റ്റിലെ മെമ്പേഴ്സ് എല്ലാം കുടുംബക്കാർ തന്നെയായിരിക്കും. ഏതെങ്കിലും ഒരു പുറത്തുള്ള ആളിനെ, ഒരു വിശ്വസ്തനായ ഒരാളിനെ ആ ട്രസ്റ്റിൽ ചേർത്തിട്ടുണ്ടാവും. അത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് തന്നെ വേണ്ടപ്പെട്ട ആരെങ്കിലുമൊക്കെ ആയിരിക്കും. അവർ പറഞ്ഞ സ്ഥലത്ത് ഒപ്പിടുന്ന ആളിനെ ആയിരിക്കും അങ്ങനെ വെച്ചിരിക്കുക. കുറച്ച് ആൾക്കാർക്ക് ഞങ്ങൾ രക്തം കൊടുക്കുന്നുണ്ട്, പിന്നെ അതായത് ബ്ലഡ് ബാങ്ക് ക്യാമ്പയിൻ, ഐ ടെസ്റ്റിംഗ് ക്യാമ്പയിൻ, ഇങ്ങനെ കുറച്ച് മെഡിക്കൽ ക്യാമ്പയിനൊക്കെ നടത്തുന്ന പോലെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കും. എന്നിട്ട് ഇതിന്റെ പേരിൽ ഫണ്ട് സമാഹരിക്കും. അപ്പൊ അങ്ങനെ ഫേക്ക് ട്രസ്റ്റ്, ഇതും കണ്ടെത്തലാണ്. പിന്നെ അണ്ടർഗ്രൗണ്ട് ഹവാല ഡീലിങ്സ്, ഡെഡിക്കേറ്റീവ് ചെയിൻ ഓഫ് മണി ഓപ്പറേറ്റേഴ്സ്. ഇതെന്ന് പറയുന്നത് ലീഗലാണോ ഇല്ലീഗലാണോ എന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ ഡെഡിക്കേറ്റീവായിട്ട് ചില ആൾക്കാരെ വെച്ച് നടത്തുന്ന ഹാൻഡ് ടു ഹാൻഡ് ട്രാൻസാക്ഷൻ ആണ് ഇതിനകത്ത് പറയപ്പെടുന്നത്. മനസ്സിലായി? അതായത് ഓൺലൈനിൽ പോലും അറിയാൻ പറ്റത്തില്ല ആ രീതിയിലുള്ള വിഡ്രോ ചെയ്തിട്ടുണ്ടാവും പൈസ, പക്ഷെ ആ പൈസ പിന്നെ ആരുടെ കയ്യിൽ, ഏത് കയ്യിൽ, എങ്ങനെ പോയി, എങ്ങനെ കൈമാറി എന്നുള്ളത് ആർക്കും അറിയാൻ പറ്റില്ല. അങ്ങനത്തെ ചില സാഹചര്യങ്ങൾ. ഇതൊക്കെ കമ്മ്യൂണൽ പർപ്പസിന് വേണ്ടിയിട്ടും അൺറെസ്റ്റ്, കലാപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സമരങ്ങൾക്ക് വേണ്ടിയിട്ടും, അതുപോലെ റാഡിക്കലൈസേഷൻസിന് വേണ്ടിയിട്ടും ഉപയോഗിച്ചതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ റാഡിക്കലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും തീവ്രവാദം, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് മെയിനായിട്ട് ഇതിനകത്ത് പറയപ്പെടുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ MK ഫൈസി എന്ന് പറഞ്ഞ ആളെയാണ് ഇതിനകത്ത് സൂചിപ്പിക്കുന്നത്. ഈ MK ഫൈസി എന്ന് പറയുന്നത് SDPIയുടെ പ്രസിഡന്റ് സ്ഥാനത്തിലിരിക്കുന്ന വ്യക്തിയാണ്. ഈ വ്യക്തി ഓൾറെഡി കസ്റ്റഡിയിലാണ്, അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇപ്പൊ ഈ ഇൻവെസ്റ്റിഗേഷൻസ് മൊത്തം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ MK ഫൈസിയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഈ ഒരു മണി ട്രാൻസാക്ഷന്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ചിരിക്കുന്ന ആളായിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. കണ്ടെത്തലാണ്, ഫൈൻഡിങ്സ് ആണ്. അതുപോലെ PFIയിലും സുപ്രധാനപ്പെട്ട ഒരു മെമ്പറാണ് ഈ MK ഫൈസി. പിന്നെ ഈ PFIയും SDPIയും രണ്ടും ഒന്ന് തന്നെയാണ്, അത് ആദ്യം മനസ്സിലാക്കുക. ഇതിലുള്ളവർ തന്നെയാണ് അതിലുള്ളത്. ഈ ഫൈസി നടത്തിയിരിക്കുന്ന ട്രാൻസാക്ഷൻസ് മെയിനായിട്ടും ഖത്തർ, UAE 2 രാജ്യങ്ങളിൽ നിന്നുമാണ് ഈ ഒരു ട്രാൻസാക്ഷൻസ് ഏറ്റവും കൂടുതൽ നടത്തിയിരിക്കുന്നത്. അപ്പൊ അതില് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്റർനാഷണൽ അതുപോലെ ഡൊമസ്റ്റിക് 2 സ്ഥലങ്ങളിലും മാറി ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്. ഈ MK ഫൈസിയുടെ അക്കൗണ്ടൊക്കെ വെരിഫൈ ചെയ്തിട്ടാണ് ഈ ഡീറ്റെയിൽസ് ഒക്കെ പുറത്തു വന്നിരിക്കുന്നത്. 15.4 ലക്ഷം ലെജിറ്റിമേറ്റ് മണിയായിട്ട് HDFCയിലൂടെ റിസീവ് ചെയ്തിട്ട് ആ പൈസ കൃത്യമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇന്ത്യക്കുള്ളിൽ കലാപം നടത്താൻ, തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട്. ഈ ഒരു 15.4 ലക്ഷം കോടി രൂപ വിവിധ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടതായിട്ടുള്ള രേഖകൾ EDക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇയാളുടെ കൂട്ടുപ്രതിയായിട്ട് ഒരാളെയും കൂടി പറയുന്നുണ്ട്, വഹിദുർ റഹ്മാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി. ഈ വഹിദുർ റഹ്മാനും ഇപ്പൊ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവർ രണ്ടുപേരും, MK ഫൈസിയും അതുപോലെ തന്നെ ഈ വഹിദുർ റഹ്മാനും, രണ്ടുപേരും EDയുടെ കസ്റ്റഡിയിലാണെന്നാണ് ഈ ഒരു റിപ്പോർട്ട് പറയുന്നത്. പിന്നെ അഡീഷണൽ ആയിട്ട് റൌഫ് ഷെരീഫ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഈ റൌഫ് ഷെരീഫ് എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ക്യാമ്പസ് ഫ്രണ്ട്, അതായത് SFI പോലത്തെ, KSU പോലത്തെ ഈ പോപ്പുലർ ഫ്രണ്ടിനും SDPIക്കും കൂടെ ചേർന്നിട്ട് ക്യാമ്പസ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ സംഘടനയുണ്ട്. അതും ഈ സ്റ്റുഡൻസുകളുടെ ഇടയിലൊക്കെ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അഭിമന്യു എന്ന് പറഞ്ഞ ഒരു ചെറുക്കന്റെ കൊലപാതകമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, എറണാകുളത്ത് മഹാരാജ കോളേജിൽ. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ പേരുകളൊക്കെ ഒരുപാട് ആൾക്കാർ കേട്ടിട്ടുണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഈ ക്യാമ്പസ് ഫ്രണ്ടിന്റെ റൌഫ് ഷെരീഫും ഇതിൽ പ്രതിയാണെന്നാണ് പറയുന്നത്. ഇതൊക്കെ ED അവരുടെ വെബ് പേജിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അവർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വളരെ വ്യക്തമായിട്ട് ഇവരുടെ പേര് വിവരങ്ങൾ സഹിതം കൊടുത്തിട്ടുണ്ട്. SDPI, PFI ഇവരുടെയൊക്കെ ഫണ്ടുകൾ നിയന്ത്രിക്കുന്നത് ഷഫീഖ് പയ്യത്ത് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും മലയാളി തന്നെയായിരിക്കും. ആ ഒരു വ്യക്തിയാണ് ഈ ഒരു പണമിടപാട് ഖത്തറിൽ നിന്നും നിയന്ത്രിക്കുന്നതായിട്ട് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പൊ ഈ SDPIയുടെ ഫണ്ട് കുറച്ച് റിയൽ എസ്റ്റേറ്റുകളിൽ ഇവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ റിയൽ എസ്റ്റേറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് 2 വ്യക്തികളുടെ പേര് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അഷ്റഫ് MK, അബ്ദുൾ റസാഖ്, ഈ 2 വ്യക്തികളാണ്
SDPIയുടെ ഈ വരുമാനത്തിന്റെ റിയൽ എസ്റ്റേറ്റ്സ് സോഴ്സ് ആയിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാണിക്കുന്നത്. ഏതാണ്ട് 61 കോടിയുടെ ആസ്തി ഇവരുടെ സീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 61 കോടിയുടെ ആസ്തി ഇവരുടെ ഇപ്പൊ സീസ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ബാങ്ക് അക്കൗണ്ട് എല്ലാം ഇപ്പൊ ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഇപ്പൊ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്തിരിക്കുന്ന നടപടി ഇവർക്കെതിരെ. ഇതിലുപരിയായിട്ട് ഇവരെല്ലാം കസ്റ്റഡിയിലുമാണ്. ഇതിനകത്ത് റൌഫ് ഷെരീഫ്, അബ്ദുൾ റസാഖ്, അഷ്റഫ് MK ഇവർ 3 പേരും കസ്റ്റഡിയിലാണോ എന്നുള്ളത് പറയപ്പെടുന്നില്ല. പക്ഷെ MK ഫൈസിയും അബ്ദുൾ റഹ്മാനും 2 പേരും കസ്റ്റഡിയിലാണ്. ഇവരുടെ എല്ലാം ഇവരുടെ ഈ ഒരു 2 പേരുടെയും അസറ്റാണ് ഈ ഒരു 61 കോടിയുടേത് ഫ്രീസ് ചെയ്തിരിക്കുന്നത്. PFI പണ്ടേ നിരോധിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് SDPI ആണ് ഇപ്പൊ ആക്റ്റീവായിട്ട് ഈ ഒരു പൊളിറ്റിക്സിലൊക്കെ ഇറങ്ങി പ്രവർത്തിക്കുന്നത്. അപ്പം SDPIയെ ഇനി അടുത്ത ഇലക്ഷനിൽ പങ്കെടുപ്പിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇലക്ഷൻ കമ്മീഷന് ഒരു നോട്ടിഫിക്കേഷൻ കൊടുത്തിരിക്കുകയാണ്. ഈ പൊളിറ്റിക്കലി ഇതിനെ നോക്കിക്കാണുന്ന ആൾക്കാരുണ്ടാവും. അതിലുപരിയായിട്ട് ഇതിനകത്തുള്ള കാര്യഗൗരവമായിട്ടുള്ള ഈ ഒരു പണമിടപാടുകളാണ് ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. പൊളിറ്റിക്കലി പല രീതിയിലുള്ള വിഷയങ്ങളുണ്ടാവും. ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഏത് പാർട്ടിയും തീർച്ചയായിട്ടും അതിന്റെ ഓപ്പോസിറ്റ് പാർട്ടിക്കെതിരെ എന്ത് നടപടികൾ എടുക്കാൻ പറ്റും എന്നേ നോക്കുള്ളൂ. അപ്പൊ ആ രീതിയിൽ ഇതിനെ നോക്കിക്കാണുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ അതിലുപരിയായിട്ട് ഈ പണമിടപാടുകൾ തീർച്ചയായിട്ടും ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ഈ പണമിടപാടുകൾക്ക് ഉപരിയായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാണിക്കുന്ന തീവ്രവാദ നടപടികൾക്ക് വേണ്ടിയിട്ട് ഈ SDPI പൈസ മുടക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനെക്കുറിച്ചുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അത് തീർച്ചയായിട്ടും ED ബന്ധപ്പെട്ട NIAക്ക് കൈമാറിയിട്ട് NIA ഇതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.